ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയായിരുന്നു ഇന്നലത്തെ വീഡിയോസിൽ. അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യം കൂടിയും സംസാരിക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഒരു ചാർട്ടാണ് 5950 പി. അത് നമുക്ക് രാവിലെ കൊടുത്ത ട്രേഡാണ് കേട്ടോ. ട്രേഡ് ആക്ടിവേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12:30-ക്കാണ് ആക്ടിവേഷൻ നടക്കുന്നത്. ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. 3:30 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ട്രേഡ് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഡേയിൽ കുറേ ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ട്രേഡ് ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ടൈം കഴിഞ്ഞിട്ടും ഒരു 12 മണി അടുപ്പിച്ചാൽ തോന്നുന്നു. 12 മണി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. 2 ട്രേഡും കൂടി 2 ലെവലും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള പെയ്ഡ് ഗ്രൂപ്പിലത്തെ ലെവൽസ്. അതിനും മാത്രം ലെവൽസ് ഞാൻ കൊടുത്തിട്ടില്ല എവിടെയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയും SL ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിലെങ്കിലും നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ കുറച്ചുള്ള കാര്യം ലൂസിലായിരുന്നു. നമുക്ക് പേഴ്സണലി അയച്ചവരുണ്ട് വിത്ത് സ്ക്രീൻഷോട്ട് കേട്ടോ. അവർക്ക് ലോസുകളാന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഉള്ളവരായിട്ടും കൂടുതലുണ്ട്, പക്ഷെ ലോസുള്ളവർ കുറച്ചുണ്ട്. അപ്പോൾ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് കൊടുത്ത 2 ട്രേഡ് ഈ ലാസ്റ്റ് രണ്ടെണ്ണമാണ് 25,150 C, 20,000 B. ഈ 2 സ്ട്രൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 13 രൂപയാണ്, 13.25. നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഞാൻ ഈ ക്യാൻഡിൽസ് ഇവിടെയൊക്കെ നിൽക്കുന്ന നേരത്താണ് ഈ ലെവൽ കൊടുത്തേക്കണത്. മനസ്സിലായില്ലേ? നമുക്ക് ക്യാൻഡിൽസ് കറക്റ്റ് ഇവിടെ ആക്ടിവേഷൻ നടന്ന് ഒരു 10 പോയിന്റ് അടുപ്പിച്ച് പോയിട്ടുണ്ട്. 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ 13 രൂപയുടെ സ്ട്രൈക്കാണ്. അതൊരു 23 രൂപ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൂവ്മെൻ്റാണ്. ചിലപ്പോൾ ഞാൻ 13 രൂപ 23 രൂപ പോയുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ചെറിയ മൂവ്മെൻ്റായിട്ടൊക്കെ തോന്നും. പക്ഷെ അത് വലിയ മൂവ്മെൻ്റാണ് ബേസ്ഡ് ഓൺ സ്ട്രൈക്ക് പ്രൈസ്. മനസ്സിലായില്ലേ? പിന്നെ കൊടുത്ത് ഇതാണ് 41.50, 20,000 P. അതായത് ക്യാൻഡിൽസൊക്കെ ഇവിടെ ഫോം ചെയ്യണ നേരത്താണ്. ഇവിടെയൊക്കെയാണ് 11:30-ക്കാണ് ഈ ലെവൽ കൊടുത്തത്. ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഇതാണ് റെഡ് ക്യാൻഡിൽ. 1:15 ടൈം ആകുമ്പോൾ അവിടെ നിന്ന് 100 പോയിന്റ് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ ഇത്തിരി മുകളിലാണ് ഓപ്പൺ ആയിക്കണത്. അപ്പോൾ നമ്മളുടെ SL കൂടും. അപ്പോൾ ചിലവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ആ മൊമെൻറ്റം കണ്ടപ്പോൾ തന്നെ 10 പോയിന്റ് SL ഇട്ട് കയറിയവരുണ്ടാവും. എന്താണെങ്കിലും 100 പോയിന്റ് മുകളിലേക്ക് പോയിട്ട് നല്ലൊരു പ്രോഫിറ്റ് പോയിട്ടുണ്ട്. ഇതല്ലാണ്ട് ട്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് 2 ട്രേഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ലോസ് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു രാവിലെ കേട്ടോ. രാവിലത്തെ കാര്യം പറയണം. അപ്പോൾ അവരുടെ മെയിൻ ഞാൻ പറയണത് അവർ ലോസാണ് എന്നുള്ളതല്ല ഇവിടെ ഞാൻ എടുത്തിടുന്നത്. അപ്പോൾ അവരുടെ മിസ്റ്റേക്കാണ് പറയണത്. അവർ ചെയ്ത മിസ്റ്റേക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ചിലവർ ഇഷ്ടം പോലെ ലോട്ടാണ് എടുത്ത് കൂട്ടിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യണ കാര്യം, സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റണില്ല, ലോഡ് ഇഷ്ടംപോലെ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനത്തെ 2 സെഗ്മെൻറ്റും നിങ്ങൾക്ക് ബേസിക്കലി ഫസ്റ്റ് ഉണ്ടാക്കണ സംഭവം ഒരു വിറയാണ് ഉണ്ടാക്കുക. ലോട്ട് കൂട്ടിയാലും വിറയുണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലേലും വിറയുണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഈ പാനിക്കായിട്ട് ഓരോ കാര്യങ്ങൾക്ക് നിൽക്കാൻ നിൽക്കുന്നത്? ഇപ്പോൾ ട്രേഡ് ചെയ്യണു, ഓക്കെ, ട്രേഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പാനിക്കായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യം, പാനിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് SL മെയിൻറ്റെയിൻ ചെയ്യുക 10 പോയിന്റ്. പിന്നെ ലോട്ടിന് നിങ്ങൾ കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്സ് ആക്കുക. നിങ്ങളുടെ 1 ലക്ഷം ഉണ്ടായാലും 1 കോടി ഉണ്ടായാലും ഇത്ര ലോട്ട് ഞാൻ എല്ലാ ട്രേഡ് എടുക്കും എന്നുള്ള കൺസെപ്റ്റിക്ക് വരിക. അപ്പോൾ പിന്നെ അവിടെ ആ ഒരു പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. ഒരു മിസ്റ്റേക്കാണ് അത്. നിങ്ങളെ ഇതുവരെ പഠിച്ചിട്ട് വന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറ്റം പറയണമെന്നില്ല, അത് അങ്ങനത്തെ രീതിയാണ്. പക്ഷെ നിങ്ങളത് മാറി ചിന്തിക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നത്, അവിടെയാണ് ഒരു പ്രോഫിറ്റിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വീഡിയോ കാണുന്നവർ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പഠിച്ച് പോവുക. ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനൽ കയറുക. ഫ്രീ ഗ്രൂപ്പാണത്. അതിന് ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ടാണ്, വീഡിയോ ആയിട്ട് തന്നെയായിട്ടാണ് കേട്ടോ പിൻ ചെയ്തിട്ട്. അപ്പോൾ അതിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും, എങ്ങനെയൊക്കെ നമ്മുടെ ഒപ്പം ട്രേഡ് ചെയ്യണം. അത് നിങ്ങളൊരു വട്ടം കണ്ടാലൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഇതുവരെ ശീലിക്കുന്നൊരു മെത്തേഡല്ല പറയണത്.
അപ്പോൾ ഒരു 10 വട്ടമായാലും കാണണം നിങ്ങൾ, എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല 10 വട്ടം കണ്ടു കഴിഞ്ഞാൽ റീച്ച് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട, നിങ്ങൾ 10 വട്ടം കണ്ടോ അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളത് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ന് SL വന്നതിൻ്റെ കുറച്ച് കഥയാണ് പറഞ്ഞത്. നമുക്ക് ഇന്നത്തെ ടോട്ടൽ നിഫ്റ്റിയുടെ കഥ പറയാം. ഓൾറെഡി നിഫ്റ്റി 3-4 ദിവസമായിട്ടൊരു സൈഡ് വേസ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്നലെ ഞാൻ വേണ്ടായിരുന്നു, ഞാനും വേണ്ടായിരുന്നു. 3 ദിവസം സൈഡ് വേസ് ആയിരുന്നു. ഇന്ന് അതൊക്കെ പൊട്ടിച്ചിട്ട് നിഫ്റ്റി ഒരു മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വൃത്തിക്ക് പറഞ്ഞതാണ് ഗ്രൂപ്പിലോട്ടോ, നിങ്ങളിപ്പോൾ ഇവിടെ ട്രേഡ് എടുത്താലും നിങ്ങൾക്ക് ഇതിനും മാത്രം പ്രോഫിറ്റ് ഒന്നും വരാൻ പോകണില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വീക്കിലി എക്സ്പീരിയൻ ആണ് നിഫ്റ്റിയുടെ. അപ്പോൾ നിങ്ങൾക്ക് മൊമെൻറ്റം കുറവായിരിക്കും, അത് കിട്ടേണ്ട ടൈമിലേ കിട്ടുള്ളൂ, അതുവരെ പ്രീമിയം മൾട്ടിങ് ആവുള്ളൂ. പെർട്ടിക്കുലർ പ്രൈസ് ഉണ്ട് എല്ലാ സ്ട്രൈക്കിനും, അപ്പോൾ അതിൻ്റെ മുകളിലാണ് നല്ല മൊമെൻറ്റം വരുള്ളൂ. ഇപ്പം ഇന്ന് 12-ാം ഡേറ്റ് നമ്മുടെ 3 ദിവസത്തെ സപ്പോർട്ടാണ്. ഇത് നിങ്ങൾ കാണുന്നത് 3 ദിവസമായിട്ട് കൊടുത്ത റെസിസ്റ്റൻസ് സപ്പോർട്ടാണ്. അത് ഇന്നാണ് ബ്രേക്ക് ആവണത്. ഇതാണ് ബ്രേക്കായ ഒരു ഏരിയ. ബ്രേക്കായ ശേഷം ഗ്രീൻ ക്യാൻഡിൽ റിജക്ഷൻ കിട്ടി, നമുക്ക് ട്രേഡ് എടുക്കാം. കറക്റ്റായിട്ട് അടുത്ത സപ്പോർട്ടിലേക്ക് പോയി അവിടെയും ബ്രേക്ക് ചെയ്തു, എന്നിട്ട് പിന്നത്തെ ഒരു സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്ത് വരേണ്ടത്. എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും, നല്ല പോയിന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ടുള്ളവർക്ക് പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി. ഈ സെയിം ലൈൻ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഞാൻ വേറെ വരച്ച് കൂട്ടിയിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും കിടന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ നമുക്ക് ആക്കി 5 സ്ട്രൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഭയങ്കര സ്പീഡി മൊമെൻ്റ് ആയതുകൊണ്ട് മേ ബി SLകളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. ഞാൻ എല്ലാതും പറഞ്ഞു പോകണമെന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ ട്രേഡുകൾ മിസ്സായതുണ്ട്, ഇഷ്ടംപോലെ ട്രേഡുകൾ ഞാൻ കൊടുക്കാത്തതുണ്ട്. ഈ ലെവൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് സ്പീഡിൽ എത്താൻ പറ്റുന്നില്ല. ഇതെന്താണെന്ന് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഡീൽ ചെയ്യണത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട കാര്യം തരുന്ന പ്രൈസിൻ്റെ മുകളിൽ കണ്ടീഷൻ ആക്ടിവിറ്റി ആയി ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. ഞാനിവിടെ കിടന്നിട്ട് ആക്റ്റീവ് അല്ല എന്നും പറയേണ്ട കാര്യമില്ല. അവിടെ ഈസിയായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അത്രയും സ്പീഡായതുകൊണ്ട് നമുക്കത് അത്രയും ഫാസ്റ്റ് ആയിരുന്നില്ല ഞാൻ പറയല്, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് SLകൾ വന്നിട്ടുണ്ടാവും. അക്സെപ്റ്റബിൾ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ. SLകൾ വന്നിട്ടുണ്ടാവും. അതിന് റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ തന്നെ തന്നിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് 2 ട്രേഡ്. നമുക്ക് ഈ 2 സ്ട്രൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. 25,150C, 25,000B. ഈ 2 സ്ട്രൈക്കാണ് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്കൊരു മൊമെൻറ്റം വന്നാലാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 2ലും നമുക്ക് ആക്ടിവേറ്റ് ആയിട്ട് 2ലും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡുകളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് ഇപ്പോൾ 25,000 ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. പക്ഷെ ഇത്തിരി കയറിയിട്ടാണ് പ്രൈസ് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 100 പോയിന്റ് പോയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ കാണുമ്പോൾ ഇതിൽ 10-20 പോയിന്റ് ഒന്നും വിചാരിക്കരുത്. ഇത് ഇവിടെ നിന്ന് എണ്ണിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ 100 പോയിന്റ് കാണാൻ പറ്റും. 125 പോയിന്റുള്ള മൂവ്മെൻ്റ് ഉണ്ട് അവിടെ. അപ്പം അങ്ങനത്തെ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട്. 20-30 പോയിന്റ് കിട്ടിയ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അത് ഒഴിച്ചു നിർത്തിയിട്ട് SLകളും ഉണ്ട്. SL വരാൻ സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. അങ്ങനെ തന്നെയാണ് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസം പോലെയല്ല ഈ ദിവസം നല്ല രീതിക്ക് വളട്ടിലാണ്. നല്ല SLകൾ വരാൻ സാധ്യതകളുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാം കൂടി എടുത്ത് പറക്കി പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്. ലാസ്റ്റ് ട്രേഡാണ് കേട്ടോ. 25,150C ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ടൈം എത്രയാണെന്ന് 12:36. പിന്നെ ഒരെണ്ണം 25,000B 11:57. രണ്ടും ആണ് പ്രോഫിറ്റിക്ക് പോയിക്കണത്. ഇതാണ് ടോട്ടൽ പോളിംഗ് ഒന്നാണ് കേട്ടോ. ഇതൊരു 10 മണിക്ക് ഇട്ടതാണ്. 10 മണിക്ക് ഇട്ടപ്പോൾ ഇത്ര എല്ലാ ദിവസവും ഈ പറഞ്ഞ ടെൻഷൻസ് എപ്പോഴും വരാറുണ്ട്. അതായത് പകുതി ആൾക്കാർ ലോസ്, പകുതി ആൾക്കാർ പ്രോഫിറ്റ്. ഒന്നെങ്കിൽ പ്രോഫിറ്റിൽ ചിലപ്പോൾ ഒരു 5-6 പേര് കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ലോസിൽ കുറച്ച് ഒരു 5-6 പേര് കുറഞ്ഞുണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാതും ഒരു പകുതി വരാറുണ്ട് എന്നും. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ഈ 2 എൻട്രി ഇട്ടത്. ഈ 11-12 മണി എടുത്ത എൻട്രികൾ 2 ഇട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ 2 എൻട്രി അല്ല, അതാണ് ലാസ്റ്റ് എൻട്രി. അത് തന്നെയാണ് പെയ്ഡ് ഗ്രൂപ്പിലത്തെ ലാസ്റ്റ് 2 എൻട്രികൾ. അപ്പോൾ 2 നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഗ്രൂപ്പാണ്. ഇത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കയറാൻ പറ്റും. ട്രേഡ്സ് തന്നെ വരാറൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ എടുക്കാം. അത്ര തന്നെ. ബിറ്റ്കോയിനൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിൽ കയറാം കേട്ടോ. എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എൻട്രി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക.
മാക്സിമം ഒരു എൻട്രി പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനൊക്കെ ഇരിക്കുക. എക്സൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടണം, ഒരു എൻട്രി പ്രൈസ് കിട്ടണം, ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടണം, എത്ര ടൈം ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കണം, അത് പറയുന്നുണ്ട്. ഇത്ര ടൈം കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാൻ തന്നെയാണ് പറയണത്. ഇനിയിപ്പോൾ എത്ര ടൈം കൊണ്ട് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കണം അതും പറയുന്നുണ്ട്. ട്രേഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് എൻട്രി എടുക്കണം അതും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോഴ്സിലും പറഞ്ഞ കാര്യങ്ങളാണ്. താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പഠിക്കാം. പ്രോപ്പർ എൻട്രി പ്രൈസ് ഫൈൻഡിങ് കോഴ്സാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ ഇതിൽ അനാവശ്യമായിട്ട് ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ്, ചാർട്ട് പാറ്റേൺസ്, ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ ഒരു ബേസിക് സംഭവമാണ്. ആ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ ഇങ്ങനെ പ്രോഫിറ്റ് വരും, ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ അങ്ങനെ പ്രോഫിറ്റ് വരും, SMC യൂസ് ചെയ്താൽ എത്ര പ്രോഫിറ്റ് വരും, അങ്ങനത്തെ ഒരു സംഭവമല്ല ഞാൻ പറയണത്. എക്സാക്റ്റ് എൻട്രി പ്രൈസിൻ്റെ കാര്യമാണ് പറയണത്. രണ്ടും വലിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്കത് സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിലും ഈ ഒറ്റ മെത്തേഡോട് തന്നെ ഹ്യൂജ് റിട്ടേൺസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും വേണ്ടത് എൻ്റെ ഒരു 10% 20% SL വരില്ല എന്നല്ല. SL വരും. SL ഇല്ലാണ്ട് എന്നൊരു ട്രേഡിങ് നടക്കില്ല. SLന് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റിയിൽ 10 പോകണമെങ്കിൽ ഞാൻ പറയുന്ന SL അതാണ് കുറവ്. അപ്പോൾ ആ കുറവിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് വരാം, പ്രാക്ടീസ് ചെയ്ത് വരാം, എന്നിട്ട് നല്ല പ്രോഫിറ്റിലേക്ക് പോവാം. അതാണ് ഞാൻ മുമ്പിലേക്കൊക്കെയാണ് ഓഫർ കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ വേണ്ടി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യങ്ങളില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എൻ്റെ റീൽസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം അതാണ്. മാക്സിമം ആൾക്കാർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നാളെ ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നാളെ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ, നല്ല ഓപ്പർച്യൂണിറ്റികൾ വരട്ടെ, SL പോകാണ്ട് തന്നെ ട്രേഡിങ് ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.